എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. പരിസ്ഥിതി ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം: ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കു വേണ്ടി, നമ്മുടെ ഭാവിക്കു വേണ്ടി. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം: അസർബൈജാൻ. 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരല്ല? ഉത്തരം: പാർവീൻ ഷെയ്ഖ്, ബർഗ സുബ്ബ. വനവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ 2026 പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായ മലയാളി പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം: കൊല്ലക്കയിൽ ദേവകിയമ്മ. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം? ഉത്തരം: ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഉത്തരം: ഡോക്ടർ സലീം അലി. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം: 9 രാജ്യങ്ങളിലായി. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്? ഉത്തരം: മാധവ് ഗാഡ്ഗിൽ. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: മാധവ് ഗാഡ്ഗിൽ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത് എന്നാണ്? ഉത്തരം: 2026 ജനുവരി 7. ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനാര്? ഉത്തരം: വാൽമീക് താപ്പർ. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം? ഉത്തരം: വേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ്? ഉത്തരം: പറമ്പിക്കുളം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏത്? ഉത്തരം: ഹുഗ്ലി നദീതീരത്തുള്ള കൊൽക്കത്ത തുറമുഖം. ദേശീയോദ്യാനമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം: പഞ്ചാബ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഉത്തരം: കൊൽക്കത്ത. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം: സുന്ദർലാൽ ബഹുഗുണ.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ കാണുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. UNEPയുടെ പൂർണ്ണരൂപം? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം പെഡോളജി. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 23. ലോക പരിസര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7. റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്ന്? ഉത്തരം 1972 ജൂൺ 5. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര്? ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്ന. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അയ്യപ്പ പണിക്കർ. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. നോബൽ സമ്മാനം നേടിയ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം വങ്കാരി മതായി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്?
ഉത്തരം കുരുമുളക്.